ഹായ് ഫ്രണ്ട്സ്, നാടനടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ അധികം വർത്തമാനമൊന്നും പറയാൻ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നാൽ നമ്മളൊരു സൂപ്പർ ടേസ്റ്റുള്ള സ്പെഷ്യൽ അച്ചാറാണ്, അത് നമ്മുടെ വെള്ളരിക്ക ഉണ്ട്. അപ്പം നേരെ വീഡിയോയിലോട്ട് നമുക്കങ്ങ് പോയേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ മാങ്ങ അരിയും പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളതിനകത്ത് ചേർക്കാനായിട്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, അതേപോലെ വെളുത്തുള്ളി ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, ഇഞ്ചി ഒരു 3 കഷ്ണം, 3 ഗ്രാമ്പൂ, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കടുക് ഇതേപോലെ പൊടിച്ചെടുത്തത്, കറിവേപ്പില. ഇനി നമുക്കൊരു ചീനച്ചട്ടിയൊക്കെ അടുപ്പിലോട്ട് വെക്കാം. നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നു. ഇനി നമുക്ക് ഗ്രാമ്പൂവും പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3.5 സ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ച മണം മാറുമ്പോഴത്തേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കായപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കടുക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കാരണം പുളിയില്ലാത്ത സാധനമല്ലേ, അപ്പം നമ്മൾ പുളി നന്നായിട്ട് വേണം. ഒരുപാട് വേണ്ട, എന്നാലും ആവശ്യത്തിന് വേണം. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളരി ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക്, ഉലുവ, കായപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ
കണിവെള്ളരിക്ക അച്ചാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന കടുക് ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്തു. ഇനി നമുക്ക് ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടില്ല. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് താത്തിറക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം വെള്ളരിക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ലൊരു വെറൈറ്റി വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം.